ബിൽക്കീസ് ബാനു കേസാണ്. ബിൽക്കീസ് യാക്കൂബ് റസൂൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലെ 2024 സുപ്രീം കോടതിയുടെ പരാമർശമാണ് കോടതി ഈ താങ്കൾ ഉന്നയിച്ച തരത്തിലുള്ള വാദങ്ങളെ നിരാകരിക്കാൻ ഉപയോഗിക്കുന്നത്. ഒരു സ്ത്രീയെ കുറിച്ച് സമൂഹം എന്ത് കരുതുന്നോ അല്ലെങ്കിൽ എന്ത് സമൂഹത്തിൽ അവരെ അടയാളപ്പെടുത്തുന്നോ എന്നുള്ളതൊന്നും അല്ല വിഷയം, മറിച്ചൊരു സ്ത്രീ ബഹുമാനിക്കപ്പെടണം എന്നുള്ളതാണ് മൗലികമായ വിഷയം എന്ന് കോടതി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ജാമ്യം നിഷേധിക്കുന്നത്, മുൻകൂർ ജാമ്യം നിഷേധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഈ വിക്ടിമിനെ ഷെയിം ചെയ്യുക എന്ന സ്ട്രാറ്റജി അതൊരു സ്ട്രാറ്റജിയാണ് എന്ന് കോടതി കണ്ടിട്ടുണ്ട്. ആ സ്ട്രാറ്റജിയാണ് പരാജയപ്പെട്ടു പോയത്. യഥാർത്ഥത്തിൽ സിദ്ദിഖിന് വിനയായതെന്ന് പല നിയമവിദഗ്ധരും ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് ചാനൽ ചർച്ചകളിൽ വന്നിട്ട് അതേ വാദം പറയുന്നത്. അല്ല ശ്രീ അഭിലാഷ്, ഈ സ്ത്രീക്ക് മാത്രം മതിയോ ബഹുമാനം, പുരുഷന് വേണ്ടേ? പല വ്യാജ പരാതികളും തകർന്നടിയുന്നത് നമ്മൾ കണ്ടില്ലേ? അതൊന്നും അഭിഭാഷകർക്കൊന്നും ബോധത്തിൽ വന്നില്ലേ? ഒരു ഡയറക്ടർക്കെതിരെ വ്യാജ പരാതി ഉന്നയിച്ച അത് എന്തായി? അവസാനം ഒമർ ലുലുവിനെതിരെ ഉന്നയിച്ച വ്യാജ പരാതി എന്തായി? പലർക്കെതിരെയുള്ള വ്യാജ പരാതിയും വ്യാജ അതിജീവതകൾ വന്ന് പറഞ്ഞ പരാതികൾക്കൊക്കെ എന്തായി? അപ്പൊ ഇതിനിപ്പോ നിവിൻ പോളിക്കെതിരെ വന്ന കള്ളപ്പരാതി എന്തായി? ഈ പരാതികളൊന്നും നമ്മൾ ആരും കാണാതിരിക്കുകയാണോ? രണ്ട്, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പോലും ഓർക്കണം, കേരള ഹൈക്കോടതി കഴിഞ്ഞ തവണത്തെ വിധിന്യായത്തിൽ 7-ാം പേജ് 7-ാം പാരഗ്രാഫ് 2-ാം ഉപഖണ്ഡികയിൽ പറയുന്നു, അക്യൂസ്ഡിനും പ്രൈവസിയുടെ റൈറ്റ് വേണം. ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു നീക്കം. അതായത് ഈ കംപ്ലൈന്റിന് മാത്രമല്ല നിങ്ങൾ പ്രൈവസിയുടെ റൈറ്റ് കൊടുക്കണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണത്തിന് നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൊടുത്തിട്ടുള്ള മൊഴികൾ, അതിൽ മൊഴി കൊടുത്തിട്ടുള്ള ആളുകളുടെയും അതുപോലെ തന്നെ ആർക്കെതിരെയാണോ മൊഴി കൊടുക്കപ്പെട്ടിട്ടുള്ളത് അവരുടെയും പ്രൈവസിയെ കുറിച്ചാണ് പറയുന്നത്. അതല്ലാതെ ഏതെങ്കിലും റേപ്പ് കേസിലെ പ്രതികളുടെ പ്രൈവസിയെ കുറിച്ചല്ല. അതുകൊണ്ടല്ലേ മുമ്പത്തെ വിധിന്യായം എന്ന് പറഞ്ഞത്. കേൾക്കുന്ന ആളുകൾക്ക് കൺഫ്യൂഷൻ വരരുത്. ഇപ്പൊ ഏതെങ്കിലും ഇപ്പോ ഒരു ലൈംഗിക പീഡന കേസിലെ ലൈംഗിക പീഡന കേസിലെ പ്രതികളുടെ ഐഡന്റിറ്റിയോ അതല്ലെങ്കിൽ അവരുടെ പേരോ സംരക്ഷിക്കാനുള്ള ബാധ്യത അല്ലെങ്കിൽ സ്വകാര്യത സംരക്ഷിക്കാനുള്ള ബാധ്യത ഉണ്ട് എന്ന് തോന്നും രാഹുൽ ഈശ്വറിന്റെ വാദം കേട്ടാൽ. അങ്ങനെയല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സ്പെസിഫിക് ആയ ആ വിഷയത്തിലാണ് കോടതി അവിടെ ആരോപിക്കപ്പെട്ടിരിക്കുന്ന ആളുകളുടെ പ്രൈവസിയുടെ കാര്യം എടുത്തു പറയുന്നത്. ആയിക്കോട്ടെ സാർ, പലപ്പോഴും തീവ്ര ഫെമിനിസ്റ്റുകൾക്ക് ആ പ്രതിപക്ഷ താല്പര്യമല്ല, അവരെ പോട്ടെ. ഇനി അതിന്റെ മറുപടി എന്താണ്? എന്തുകൊണ്ടാണ് അക്യൂസിന് നമ്മൾ റൈറ്റ് ടു പ്രൈവസി കൊടുക്കേണ്ടത്? കാരണം അൺഫെയർ ആയിട്ടുള്ള ഒരുപാട് പരാതി വരുന്നു, ഒരുപാട് വ്യാജ പരാതി പ്രളയം വരുന്നു. അപ്പൊ ശരി ഏതാണ് തെറ്റേതാന്ന് പലപ്പോഴും അറിയില്ല. പുരുഷൻ പലപ്പോഴും ഏകപക്ഷീയമായി ആക്രമിക്കപ്പെടുന്നു. അങ്ങനെ പല കേസുകൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ കണ്ടു. അന്നും ഒരുപാട് പേര് ഇതേപോലെ ഇരുന്ന് വാദിച്ചതാണ് വിജയബാബുവിനെ ഒമർ ലുലുവിനെ എന്തൊക്കെ ചെയ്യണമെന്ന്. എന്തായി അവസാനം? അതെല്ലാം വ്യാജ പരാതികളാണെന്ന് സമൂഹ മധ്യത്തിലും കോടതിയിലും ഒക്കെ തെളിഞ്ഞ. അല്ലെങ്കിൽ എൽദോസിന്റെ കേസ് എന്താ? കോടതി പറഞ്ഞത് വ്യാജ പരാതി എന്ന് പറഞ്ഞാൽ ബലാത്സംഗത്തോളം സീരിയസ് ആയ ഒരു ക്രൈം ആണെന്നാണ്. വ്യാജ പരാതി ക്രൈമാണ്. പക്ഷേ ഈ കേസിലൊക്കെ പറഞ്ഞ കേസുകളിലൊക്കെ വിചാരണ കഴിഞ്ഞ് കോടതി ഉത്തരവ് വന്നോ? എൽദോസ് കുന്നപ്പള്ളിയുടെ കേസിൽ താങ്കൾ എന്താ ജാമ്യം കൊടുത്തുകൊണ്ടുള്ള ഉത്തരവുകളിലെ പരാമർശം ആ കേസിലെ അന്തിമ വിധിയായി വ്യാഖ്യാനിക്കരുത്. ഈ കേസിലൊക്കെ അന്തിമ വിധി വന്നിട്ടുണ്ടോ? കേൾക്കട്ടെ. ഇപ്പൊ സിദ്ദിഖിന്റെ കേസിൽ അന്തിമ വിധി വന്നോ? വന്നില്ല. സിദ്ദിഖിനെ തൂക്കിക്കൊല്ലണമെന്നോ സിദ്ദിഖ് അപരാധിയാണെന്നോ ആരെങ്കിലും പറഞ്ഞോ? ഗ്രേവ് ആയിട്ടുള്ള ഒഫൻസ് ആണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അന്വേഷണം ആവശ്യമുണ്ട്, കസ്റ്റഡിയൽ ഇന്ററഗേഷൻ വേണം എന്നുള്ളതാണ് ഈ വിധി. അതുപോലെ തന്നെയാണ് ജാമ്യം കൊടുത്തിട്ടുള്ള കേസിൽ ആരെങ്കിലും എക്സോണറേറ്റ് ചെയ്തിട്ടുണ്ടോ? കുറ്റവിമുക്തനാക്കിയിട്ടുണ്ടോ? എൽദോസ് കുന്നപ്പള്ളിയെ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ടോ? വിജയ് ബാബുവിനെ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ടോ? നേരെ തിരിച്ച് വിജയബാബുവിന്റെ കേസിലും ഒമർ ലുലുവിന്റെ കേസിലും എൽദോസിന്റെ കേസിലും കോടതി ഒബ്സർവേഷനിൽ അവർക്ക് ബന്ധമുണ്ടായിരുന്നു എന്നും പരസ്പര സമ്മതത്തോടെയാണെന്നും കോടതികൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അല്ല, അത് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഹർജിയിലല്ലേ സാർ? ആ കേസിൽ അന്തിമ വിധി വന്നോ? ആ കേസിൽ അന്തിമ വിധി വന്നത് അങ്ങനെ തന്നെയാണെങ്കിൽ ആ കാര്യത്തിൽ തീർച്ചയായിട്ടും ആരോപണ വിധേയരായ ആളുകൾക്കൊപ്പം അവർക്ക് നീതി വേണമെന്ന് പറയണം. സ്വാഭാവികമായും വ്യാജമായ പരാതികളെ ആർക്കും പ്രോത്സാഹിപ്പിക്കാനും കഴിയില്ല. ഇതൊക്കെ എല്ലാ പരാതിയും വ്യാജമാണെന്നുള്ള ഒരു കേവല യുക്തി അതിൽ താങ്കൾ തിരികെ കയറ്റരുത്. എല്ലാ പരാതിയും ശരിയാന്നുള്ള കേവല യുക്തി ഇല്ല, അങ്ങനെ ഇല്ല. പരാതി അന്വേഷിക്കപ്പെടണം എന്നുള്ളതേ ഉള്ളൂ. എല്ലാ പരാതിയും ശരിയാണോ നമ്മളെങ്ങനെ പറയും? പരാതി ശരിയാണോ തെറ്റാണോ എന്ന് നമ്മളെങ്ങനെ പറയും? ശ്രീ രാഹുൽ ഈശ്വർ, നമ്മളെങ്ങനെയാണ് അത് ജഡ്ജ് ചെയ്യുക? അത് അന്വേഷിക്കപ്പെടണം. അന്വേഷിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിചാരണ നടത്തിയിട്ടല്ലേ കുറ്റവാളിയെ കുറ്റവാളിയാണെന്ന് പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ നിരപരാധിയെ നിരപരാധി എന്ന് പ്രഖ്യാപിക്കുക. ആരോപിതനാണ്. ദയവായി ശ്രദ്ധിക്കുക, ഒരു വരിയേ ഉള്ളൂ. സിദ്ദിഖ് ആരോപിതനാണ്. കോടതി കുറ്റക്കാരനാണെന്ന് പറയുന്നവരെ അദ്ദേഹം ആരോപിതൻ എന്ന് പറയാനുള്ള റൈറ്റേ നമുക്കുള്ളൂ. എൽദോസിന്റെ കേസിൽ പറഞ്ഞതുപോലെ വ്യാജ പരാതികൾ പലപ്പോഴും റേപ്പിനെ പോലെ തന്നെ സീരിയസ് ആയ ഒരു ക്രൈമായി നമ്മുടെ സമൂഹം കാണണം.
കാരണം വ്യാജ പരാതി കൊടുക്കുന്ന ഒരുപാട് പേർ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ള ഒരു സത്യമാണ്. അത് ഈ കഴിഞ്ഞ കേസുകളിൽ കണ്ടു, നിവിൻ പോളിയുടെ കേസിൽ കണ്ടു, പല കേസുകളിലും കണ്ടു. അതുകൊണ്ട് നമുക്ക് അവധാനത വേണം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പോയ ശ്രീ സിദ്ദിഖിന് ജാമ്യം കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ജാമ്യം കിട്ടുമെന്നാണ് പ്രതീക്ഷ. ആ ജാമ്യം കിട്ടുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കും. മൊഴികളിലെ വൈരുദ്ധ്യം, അവരുടെ ചൈനയിലെ ബിഹേവിയർ അടക്കമുള്ള പല കാര്യങ്ങൾ അതിൽ ഹൈലൈറ്റ് ചെയ്യണ്ടേ? മൊഴികളിലെ വൈരുദ്ധ്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കേസിൽ വിചാരണ നടക്കട്ടെ, അതുവരെ നമുക്ക് കാത്തിരിക്കാം.